അപ്പോൾ ജോബി, നമ്മൾ അടുത്ത് തന്നെ ഗ്രാഫ്സ് വരയ്ക്കാൻ പഠിക്കും. മോഷനെ പറ്റി പഠിക്കുകയാണല്ലോ. അപ്പോൾ മോഷൻ്റെ കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് ഗ്രാഫ്സ് വരയ്ക്കാൻ പഠിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ മാത്സ് ക്ലാസ്സിൽ ഈ കൊല്ലം തന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കും. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ കുറച്ച് വീഡിയോയിൽ സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റി പറയാൻ പോകണം. ഓക്കെ, അപ്പോൾ വൈ സ്റ്റഡി ഗ്രാഫ്സ്? അതന്നെ ഞാനും ചോദിക്കണ ജിതിൻ, എന്തിനാണ് നമ്മൾ ഈ ഗ്രാഫ്സിനെ പറ്റി പഠിക്കുന്നത്? ജോബി, ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഒരു ചിത്രമാണ്, ഒരു പിക്ചറാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പിക്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ആ ഇക്വേഷൻ, ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഇൻഫർമേഷനെക്കാട്ടിലും ചിലപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ആ ഇക്വേഷൻ്റെ ഒരു ഗ്രാഫ് നിന്ന് കിട്ടും. ഓക്കെ, അതായത് ഗ്രാഫ്സ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ദി ഇക്വേഷൻസ്. ആ ഇക്വേഷൻസിനെ പറ്റി കൂടുതൽ അറിവ് ചിലപ്പോൾ അതിൻ്റെ ഗ്രാഫ് നിന്ന് കിട്ടും. പിന്നെ ദൈ പ്രൊവൈഡ് എ ബേർഡ്സ് ഐ വ്യൂ ഓർ ബിഗ് പിക്ചർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇക്വേഷൻസ്. ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതായത് ഒരു പക്ഷി നമ്മുടെ ഭൂമിയുടെ മേലെ കൂടെ പറക്കുമ്പോഴേ അതിന് താഴത്തെ കാര്യങ്ങളൊക്കെ, ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് ഒരു ബിഗ് പിക്ചർ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഒരു ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 എക്സാമ്പിൾസും ജോബിക്ക് കാണിച്ചു തരാൻ പോകണം. ഈ എക്സാമ്പിൾസിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. ഇത് ഒരു പാർട്ടിക്കിൾ, ഇതൊരു പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ്. പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും ഉള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ എന്താ കാണുന്നത് വെച്ചാൽ, ഒരു പാർട്ടിക്കിള് x=0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് x=2 മീറ്റേഴ്സ് വരെ ഇങ്ങനെ പോവുകയാണ് 2 സെക്കൻഡിൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത 2 സെക്കൻഡിൽ അത് എവിടെയും പോകണില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതായത് ആ 2 മീറ്റേഴ്സിൽ തന്നെ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് അടുത്ത 2 സെക്കൻഡിൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത 3 സെക്കൻഡിൽ അത് തിരിച്ച് x=0 വരികയാണ്. അപ്പോൾ ഈ ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് ഈ മോഷനെ പറ്റിയിട്ട് മൊത്തമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എഴുതിയാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. അതായത് 0 to 2 മുതലുള്ള ഭാഗത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. പിന്നെ ഈ ഭാഗത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. പിന്നെ ഈ ഭാഗത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ ഇക്വേഷനെ പറ്റിയിട്ട് ഒരു പൊതുവായ ധാരണ കിട്ടി. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ഇതിൽ ഞാൻ 2 പാർട്ടിക്കിളിൻ്റെ മോഷൻ്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ പോകുന്നത് പറഞ്ഞാൽ ഈ വഴി കൂടെ അല്ല, അതിൻ്റെ ഗ്രാഫാണത്. എക്സ് വേഴ്സസ് ടി ഗ്രാഫാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മോഷൻ ഉണ്ടല്ലോ, അതായത് ഈ പാർട്ടിക്കിൾ 0 to 2 മീറ്റേഴ്സ് വരെ വന്ന മോഷൻ, അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷനാണ്. ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷനാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ എന്ന് പറയണമെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതേമാതിരി ഇവിടെയും ഒരു പാർട്ടിക്കിള് x=0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ നടപ്പാക്കുകയാണ്. അതിങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു പാർട്ടിക്കിള് 6ാമത്തെ സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ നടപ്പാക്കുകയാണ്. ഇത് ഒരു ഗ്രാഫാണ് കേട്ടോ. ഇതിൽ കൂടെ പാർട്ടിക്കിൾ പോകണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, എക്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആയിട്ട്. അപ്പോൾ പക്ഷേ ഇതിൽ നമുക്ക് എന്താ കാണാൻ പറ്റണമെന്നറിയോ, ഈ 2 പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇത് t=0 സ്റ്റാർട്ട് ചെയ്ത പാർട്ടിക്കിൾ, ഇത് t=6 സെക്കൻഡ്സിൽ സ്റ്റാർട്ട് ചെയ്ത പാർട്ടിക്കിൾ. ഈ 2 പാർട്ടിക്കിൾസും 12ാമത്തെ സെക്കൻഡിൽ അവർ ക്രോസ് ചെയ്യും. ആ ഇൻഫർമേഷൻ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന്, ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഉടനെ തന്നെ
ഈ 2 പാർട്ടിക്കിൾസ് 12ാമത്തെ സെക്കൻഡിൽ ക്രോസ് ചെയ്യുന്നുള്ള വിവരം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇതേ കാര്യം നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടും ഇതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടറിയോ, നമ്മൾ ഇതിൻ്റെ ഇക്വേഷനും കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ഒക്കെ ജോബി പഠിച്ചിട്ടേ. അപ്പോൾ അതുമാതിരി സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടി, കണ്ടില്ലേ? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു ഗ്രാഫ് കൊണ്ട് നമുക്കൊരു ആ ഇക്വേഷനെ പറ്റിയിട്ടൊരു മൊത്തമായ ധാരണ നമുക്ക് കിട്ടും. ഇനി ഒരു എക്സാമ്പിളും കൂടി. ഇതൊരു ആക്സലറേറ്റഡ് മോഷനാണ് കേട്ടോ, ആക്സലറേറ്റഡ് മോഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഇത് നമ്മൾ മുകളിലേക്ക് ഒരു കല്ലെറിയണ സംഭവമാണ്. നമ്മൾ നേരെ മുകളിലേക്ക് കല്ലെറിയണമെന്ന് വയ്ക്കുക. അപ്പോൾ അതെന്താ ചെയ്യുക, അതങ്ങനെ നേരെ മുകളിൽ പോയിട്ട് തിരിച്ച് താഴെ വരും. ഇതിപ്പോൾ ഞാൻ കല്ലെറിയുന്നത് x=0 നിന്നാണ്, ഒരു കുന്നിൻ്റെ മേലെയാണെന്ന് വയ്ക്കുക. അപ്പോൾ കുന്നിൻ്റെ താഴെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുന്നിൻ്റെ മേലെയും കയ്യിന്നൊക്കെ പോവാം. അപ്പോൾ നമ്മൾ കല്ല് മേലെ എറിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, ഗ്രാവിറ്റി കാരണമാണ് അത് താഴെ വരണം, അത് നമുക്കറിയാം. അപ്പോൾ അത് കുറേ ദൂരം മെല്ലെ മുകളിലെത്തിയിട്ട് ഏറ്റവും മാക്സിമം മുകളിലെത്തിയിട്ട് തിരിച്ചത് വരും. ഇപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ നിന്ന് കാണുന്നത് ഈ പാർട്ടിക്കിള് 20 മീറ്റേഴ്സ് വരെ മുകളിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ താഴെ വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, നമ്മൾ കല്ല് എറിഞ്ഞ സ്പീഡും തിരിച്ച് അതേ ലെവലിൽ കല്ല് വരുമ്പോൾ ആ സമയത്തുള്ള സ്പീഡും സെയിം ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരും. പക്ഷേ ആ ഇൻഫർമേഷൻ ഇതിലുണ്ട്, ഇതിൻ്റെ ഷേപ്പിൽ അതുണ്ട്. അതായത് നമ്മൾ കല്ല് എറിഞ്ഞ സ്പീഡും തിരിച്ച് അതേ ലെവലിൽ വരുമ്പോൾ ഉള്ള സ്പീഡും സെയിം ആണെന്നുള്ള കാര്യമൊക്കെ ഈ ഗ്രാഫിലുണ്ട്. ഓക്കെ, ഇതൊരു ആക്സലറേറ്റഡ് മോഷനാണ്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസിൽ ഞാൻ എന്താ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് നല്ല കാര്യമാണ്, നമുക്ക് ആ ഇക്വേഷനെ പറ്റിയിട്ട് ഒരു പൊതുവായ ഒരു മൊത്തമായ ഒരു ധാരണ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ശരി, ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സയൻസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു ഗ്രാഫ് വരയ്ക്കുക ഇല്ലെങ്കിൽ ഗ്രാഫിനെ അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വേണ്ട കഴിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കുറച്ച് നമ്മൾ ഫിസിക്സിൽ ഗ്രാഫ്സ് വരയ്ക്കുന്നതിന് മുമ്പ് സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നമ്മൾ വളരെ വിശദമായിട്ടൊന്നും പഠിക്കില്ല, നമുക്ക് ആവശ്യത്തിനുള്ളതേ പഠിക്കുള്ളൂ. നിങ്ങൾ വിശദമായിട്ട് നിങ്ങളെ മാത്സ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസിനെ പറ്റി പഠിക്കാൻ തുടങ്ങാം. ഞാൻ ഇതവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കട്ടെ. ഇത് ഈ ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ്, വേർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്. അപ്പോൾ ഈ ലൈൻ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ലൈനിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരികയാണെന്ന് വയ്ക്കുക, ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ മേലെ കൂടെ വരികയാണെന്ന് വയ്ക്കുക, ലൈനിൻ്റെ മേലെ കൂടെ. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ വരികയാണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് എക്സ് മാറ്റം? എക്സ് വന്നിട്ട് -4 നിന്ന് -3ലേക്ക് മാറണം. എന്താണ് വൈ മാറ്റം? വൈ വന്നിട്ട് -5 നിന്ന് -3ലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എക്സ് മാറ്റത്തിന് 2 യൂണിറ്റ് വൈ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലൈനിൻ്റെ എവിടെയും ഇതേമാതിരി ആയിരിക്കും. അതായത് ഒരു യൂണിറ്റ് എക്സ് മാറ്റത്തിന് 2 യൂണിറ്റ് വൈ മാറ്റം. ഉദാഹരണത്തിന് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ പോകണമെന്ന് വയ്ക്കാം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും എക്സ് മാറ്റം എത്രയാണ്? -3 നിന്ന് -2ലേക്കാണ് പോണത് എക്സിനെ നോക്കുമ്പോൾ. അപ്പോൾ എക്സ് മാറ്റം ഇവിടെ 1. വൈ നോക്കുമ്പോഴോ വൈ വന്നിട്ട് -3 നിന്ന് -1ലേക്ക് പോകണം. അപ്പോൾ ഇവിടെയും വൈ മാറ്റം 2 യൂണിറ്റ്. ഒരു യൂണിറ്റ് എക്സ് മാറ്റത്തിന് 2 യൂണിറ്റ് വൈ മാറ്റം. അത് തന്നെ നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും എടുത്താലും കിട്ടും, ഇല്ലെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റ് എടുത്താലും കിട്ടും, ഇല്ലെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റ് എടുത്താലും കിട്ടും. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഒരേ എക്സ് മാറ്റത്തിന് ഒരേ വൈ മാറ്റം ലൈനിൻ്റെ എവിടെയായാലും. അപ്പോൾ ലൈനിൻ്റെ വളർച്ച സെയിം ആണെന്നല്ലേ ജിതും പറയണത്? എല്ലാവിടെയും ലൈനിൻ്റെ വളർച്ച സെയിം ആണെന്നല്ലേ പറയണത്? അതെ തന്നെയാണ് കറക്റ്റ് ജോബി. ലൈനിൻ്റെ വളർച്ച ഒരേ മാതിരിയാണ്. ലൈനിൻ്റെ
ലൈനിൻ്റെ എവിടെ എടുത്താലും ആ ലൈൻ വളരണത് ഇതൊരു വളരണ ലൈനാണ് അല്ലേ. ഇനി ചിലപ്പോൾ ഇറങ്ങണ ലൈൻ ഉണ്ടാവും. ഇതപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ, അതൊരു ഇറങ്ങണ ലൈനാണ്. ഓക്കെ, ഇറങ്ങണ ലൈനായാലും ശരി, കേരണ ലൈനായാലും ശരി, ആ കേരണ വളർച്ചയും ഇല്ലെങ്കിൽ ഇറങ്ങണ താഴ്ചയും എല്ലാം ഒരേ മാതിരിയാണ് ലൈനിൻ്റെ എല്ലാവിടെയും. ഇവിടെ ലൈനിൻ്റെ എല്ലാവിടെയും ഒരേ വളർച്ച ഇല്ലെങ്കിൽ ഒരേ താഴ്ച. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു യൂണിറ്റ് എക്സ് മാറ്റത്തിന് 2 യൂണിറ്റ് വൈ മാറ്റം എന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോൾ ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകണമെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താണ് എക്സ് മാറ്റം? -4 -2 എക്സ് മാറ്റം. അപ്പോൾ അതായത് 2 യൂണിറ്റ് എക്സ് മാറ്റം. എത്രയാണ് വൈ മാറ്റം? വൈ മാറ്റം വന്നിട്ട് -5 -1 4 യൂണിറ്റ്സ് വൈ മാറ്റം. അതായത് 1 യൂണിറ്റ് എക്സ് മാറ്റത്തിനുണ്ടായ വൈ മാറ്റത്തിൻ്റെ ഡബിളാണ് 2 യൂണിറ്റ് എക്സ് മാറ്റത്തിനുള്ള വൈ മാറ്റം. അപ്പോൾ 3 യൂണിറ്റ്, അതായത് ഇവിടുന്ന് ഈ പോയിന്റ് നമ്മൾ ഈ പോയിന്റ് വരെ പോകുമ്പോൾ 3 യൂണിറ്റ് എക്സ് മാറ്റം അല്ലേ. അപ്പോൾ എത്രയായിരിക്കും വൈ മാറ്റം? 6. അതെ, 3 ഇരട്ടി. എക്സ് മാറ്റം നമ്മൾ 3 ഇരട്ടി ആക്കുമ്പോൾ അതിൻ്റെ വൈ മാറ്റം 3 ഇരട്ടിയാവും. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പറയാം വൈ മാറ്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ പറഞ്ഞാൽ ഡെൽറ്റ വൈ. വൈ മാറ്റം ഇസ് പ്രൊപ്പോർഷണൽ ടു എക്സ് മാറ്റം. അപ്പോൾ ഇങ്ങനെ ഡെൽറ്റ വൈ ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എം ടൈംസ് എക്സ് മാറ്റം എന്ന് എഴുതാം അല്ലേ. എപ്പോഴും ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കിട്ടും. ഇതാണ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് പറഞ്ഞാൽ ലൈനിൻ്റെ എല്ലാവിടെയും സെയിം ആയിരിക്കും എന്ന് അർത്ഥം. എന്താണ് ഈ എം ഇസ് ഈക്വൽ ടു ഈ ഡെൽറ്റ എക്സിനെ താഴെ കൊണ്ടുവന്ന ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. എന്താണ് ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് എം എന്ന് പറഞ്ഞാൽ എന്താണത്? ചേഞ്ച് ഇൻ y for a unit change in x അല്ലേ. ഡെൽറ്റ എക്സിന് ഉള്ള വൈ മാറ്റം ഡെൽറ്റ വൈ ആണ്. അപ്പോൾ 1 യൂണിറ്റ് എക്സ് മാറ്റത്തിന് എന്താണ് വൈ മാറ്റം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഒക്കെ അറിയില്ലേ, അതിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ എം എന്ന് പറയുന്ന സാധനം ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് ആണ്. അതന്നെ നമ്മളിവിടെ ആദ്യം കണ്ടത്. ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് എന്താണ് ഇവിടെ? 2 ആണ് അല്ലേ. ഒരു യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സിന് 2 യൂണിറ്റ്സ് ആണ് വൈൻ്റെ ചേഞ്ച്. അത് ഞാൻ പറഞ്ഞു, ഈ ലൈനിൻ്റെ എവിടെ എടുത്താലും അതന്നെ ആയിരിക്കും. അതാണ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ ജോബി പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ലൈനിൻ്റെ വളർച്ച എല്ലാവിടെയും സെയിം ആണെന്ന് പറയാമെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ എമ്മിനെയാണ് നമ്മൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ എം ആണ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ദ ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ്. ഇവിടെ അത് 2 ആണ്. ഇനിയിപ്പോൾ ഈ ലൈൻ വേറെയാണെന്ന് വയ്ക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഈ ലൈനിന് 1 യൂണിറ്റ് എക്സ് മാറ്റത്തിന് 2 യൂണിറ്റ് വൈ മാറ്റമല്ലേ. പിന്നെ ഈ വേറെ ലൈനിനാവുമ്പോൾ വേറെ മാറ്റമായിരിക്കും. 1 യൂണിറ്റ് എക്സ് മാറ്റത്തിന് 3 യൂണിറ്റ് വൈ മാറ്റമായിരിക്കും. ഇല്ലെങ്കിൽ 1 യൂണിറ്റ് എക്സ് മാറ്റത്തിന് 1/2 യൂണിറ്റ് വൈ മാറ്റമായിരിക്കും. ഇല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ലൈനിന് നെഗറ്റീവ് വൈ മാറ്റമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുതന്നെയായാലും ആ മാറ്റം ലൈനിൻ്റെ എല്ലാവിടെയും അതേമാതിരിയായിരിക്കും. അതായത് എം എന്ന് പറയുന്ന സാധനം ലൈനിൻ്റെ എല്ലാവിടെയും സെയിം ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ഇസ് നത്തിങ് ബട്ട് ജോബി പറഞ്ഞ മാതിരി അത് ആ ലൈനിൻ്റെ വളർച്ച കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഇസ് ബേസിക്കലി വളർച്ച. അപ്പോൾ സ്ലോപ്പ് കൂടുതലാവുമ്പോൾ, അതായത് സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് കൂടുതലാവുമ്പോൾ എന്താ പറ്റുക അറിയോ? ലൈന് കൂടുതൽ കുത്തനെയാവും. ഇതിപ്പോൾ ഇതിന് 1 യൂണിറ്റ് എക്സിന് 2 യൂണിറ്റ് വൈ മാറ്റമല്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതിപ്പോൾ 1 യൂണിറ്റ് എക്സിന്
ഇതെങ്ങനെ വരയ്ക്കണമെന്ന് വയ്ക്കാം. ഇതപ്പോൾ ഒരു യൂണിറ്റ് എക്സിന് 3 യൂണിറ്റ് വൈ മാറ്റണം അല്ലേ, 1, 2, 3. അപ്പോൾ കണ്ടില്ലേ ഈ ലൈൻ ഇതിനെക്കാട്ടിലും കുത്തനെയാണ്. അപ്പോൾ എം കൂടുന്തോറും, അതായത് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനം കൂടുന്തോറും, അതായത് ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് കൂടുന്തോറും ലൈൻ കൂടുതൽ കുത്തനെയാവും, കൂടുതൽ കുത്തനെയാവും. പിന്നെ ഇതേമാതിരി ഇറങ്ങുന്ന ലൈനിന് സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ, കാരണം ചേഞ്ച് ഇൻ വൈ ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് നെഗറ്റീവാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് പോകുമ്പോൾ ഈ ലൈനിൻ്റെ ഇവിടുന്ന് ഇവിടെ പോകുമ്പോൾ വൈ മാറ്റം നെഗറ്റീവാണ് അല്ലേ, വൈ കുറയുകയാണ് ചെയ്യണത്. അപ്പോൾ സ്ലോപ്പ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ലൈൻസിനൊക്കെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും, ഇങ്ങനെ റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ലൈൻസിനൊക്കെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലോപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ സ്ലോപ്പ് ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണെന്നും, ഡെൽറ്റ വൈ ഒരു ലൈനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ എക്സിനോട് പ്രൊപ്പോർഷണൽ ആണെന്നും, ഈ ലൈനിൻ്റെ ഷേപ്പ് കാരണമാണ് ഇതൊക്കെ സംഭവിക്കണമെന്ന് ഇതെല്ലാം ഒരേ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ജോബി പറഞ്ഞ മാതിരി ലൈനിൻ്റെ വളർച്ച കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്, ആ വളർച്ചയാണ് ഈ സ്ലോപ്പ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമുക്കിതെല്ലാം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക് ലൈനിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഓക്കെ, ശരി.